ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സ്ക്ലൂസീവ് പാർസൽ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ 1-2 ദിവസമായി ഞാനതിങ്ങനെ കയ്യിൽ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇന്നും കൂടി ഓപ്പൺ ചെയ്തില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ റിട്ടേണിങ് ടൈമൊക്കെ കടന്നു പോകും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന് തന്നെ ഓപ്പൺ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് കേട്ടോ ആ പാർസൽ. അപ്പോൾ ഇത് വന്നിട്ടുള്ളത് നമ്മുടെ അസമിൽ നിന്നാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അസമീസിൻ്റെ ട്രഡീഷണൽ ഡ്രസ്സായിട്ടുള്ള മേഖല ചദൂർ എന്ന് പറയുന്നൊരു സാരിയാണ്. നമുക്ക് എങ്ങനെയാണ് അവരുടെ ഒരു ട്രഡീഷണൽ ഡ്രസ്സ്, എനിക്കത് കാണാൻ ഭയങ്കര കൗതുകം ഉണ്ടായിരുന്നു. ഓരോ സ്റ്റേറ്റിലത്തെയും ട്രഡീഷണൽ ഡ്രസ്സുകൾ, അവരുടെ ട്രഡീഷൻസ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ അറിയാനും കാണാനും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആ ഒരു കൗതുകത്തിൻ്റെ പുറത്ത് ഞാനിങ്ങനെ ആമസോൺ സ്ക്രോൾ ചെയ്തിരിക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ ഈ മേഘ്ന ചദൂർ സാരി കണ്ടതാണ്. അതുപോലെ തന്നെ ഞാൻ ധോക്ന സാരി കണ്ടു, പക്ഷെ അതിന് ഇത്തിരി ഹെവി പ്രൈസ് ആയ കാരണം ഞാൻ മേടിച്ചില്ല. ഞാൻ നമ്മുടെ ഒരു കൊക്കിലൊതുങ്ങുന്ന പ്രൈസിൽ നിൽക്കുന്ന ഒരു സാരി കണ്ടപ്പോൾ ഞാനിങ്ങനെ മേടിച്ചതാണ്. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് ഒരു ബിലോ 500 ആണ് കേട്ടോ ആയിട്ടുള്ളത്. ധോക്ല സാരിക്ക് എനിക്ക് തോന്നുന്നു 1500 അബവ് ആണ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ കറക്റ്റ് അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റിട്ടേൺ ചെയ്യാം. എനിക്കിത് കണ്ടപ്പോൾ എന്തോ നമ്മുടെ ഒരു കേരള സാരി, നമ്മുടെ കേരള ട്രഡീഷനൊക്കെ ആയിട്ട് എന്തെങ്കിലും ഒരു ചെറിയ സാമ്യം ഉണ്ടോ എന്നൊക്കെ തോന്നി. അപ്പോൾ എന്തായാലും നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിന് ആക്ച്വലി ഓപ്പണിംഗ് വീഡിയോ ഒന്നും ആവശ്യമില്ല. സാധനം ഡാമേജ് ആണെങ്കിൽ നമുക്ക് റിട്ടേൺ ചെയ്യാം. പക്ഷെ എന്നാലും ഇങ്ങനെ ഒരു നമ്മൾ പൊളിക്കാത്തൊരു പാർസൽ, നമ്മൾ ഒരുപാട് എക്സൈറ്റ് ചെയ്തിട്ടുള്ളൊരു പാർസലാണ്. എനിക്ക് ഒരുപാട് എക്സൈറ്റ്മെൻറ്റ് തോന്നിയിട്ടുള്ളൊരു പാർസലാണ് കേട്ടോ അത്. പുറത്തുനിന്നൊക്കെ കാണുമ്പോൾ ആക്ച്വലി ഞാൻ ഉദ്ദേശിച്ച പോലെ തന്നെയാണ് ഇരിക്കുന്നത്. വാവ്, എൻ്റെ പൊന്നടാ, ഇത് ശരിക്കും 2 പീസായിട്ടാണ് കേട്ടോ കിട്ടേണ്ടത്. ഇത് എങ്ങനെയാണെന്ന് അറിയില്ല, നോക്കാം നമുക്ക്. അപ്പോൾ ആക്ച്വലി ഇതാണ് കേട്ടോ സാരി. അപ്പോൾ നോക്കാം നമുക്ക്. ഇത് 2 പീസായിട്ടല്ല കേട്ടോ വന്നിരിക്കുന്നത്, ഒറ്റ പീസ് തന്നെയാണ് വന്നിരിക്കുന്നത്. ഇത് ശരിക്കും ഞാൻ ഉദ്ദേശിച്ച പോലെയല്ല സംഭവം വന്നിട്ടുള്ളത്. ഇതൊരു സാരി പോലെയാണ് വന്നിട്ടുള്ളത്. ഇത് ആക്ച്വലി 2 പീസായിട്ട് കിട്ടേണ്ട സാധനമാണ്. ഏകദേശം സെറ്റ് മുണ്ടൊക്കെ ഉണ്ടാവില്ലേ, അതുപോലെയാണ് ഇത് ശരിക്കും വരേണ്ടത്. പക്ഷേ ഇത് ഒറ്റ പീസ് സാരി ആയിട്ടാണോ വന്നിട്ടുള്ളത്. ചതി പറ്റി ഗായ്സ്. സാരമില്ല, അപ്പം നമുക്കിത് നാളെ തന്നെ റിട്ടേൺ ചെയ്യാം. ഞാൻ ഉദ്ദേശിക്കുന്ന പോലെയല്ല, ഞാൻ ഉദ്ദേശിച്ചത് എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിപ്പോൾ ആക്ച്വലി ഒരു സാരി പോലെയാണ് വന്നിരിക്കുന്നത്. സ്റ്റിച്ചൊന്നും വിട്ടിട്ടില്ല, അതൊക്കെ കറക്റ്റാണ്. അത് ബാക്ക് ഭാഗമാണ്, ഈ ഭാഗമൊക്കെ കറക്റ്റാണ്. ഇതൊക്കെ സൂപ്പറാണ്. എനിക്ക് തോന്നുന്നു ഈ ഒരു ഭാഗമാണ്, ഈ ഭാഗം വരെ ഒരു കഷ്ണവും അതുപോലെ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ളത് മറ്റൊരു കഷ്ണവുമാണ്. പക്ഷേ അത് നമുക്ക് സ്റ്റിച്ച്ഡ് ആയിട്ടല്ല വന്നിട്ടുള്ളത്, ഒറ്റ പീസായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ പക്ഷേ ആ വീഡിയോയിൽ കാണുന്നത് 2 പീസായിട്ടാണെന്നാണ്. അപ്പോൾ അതാണ് ഇതിൽ വന്ന ചതി. അപ്പം ഞാൻ വിചാരിച്ചു ഇതെന്തായാലും റിട്ടേൺ ചെയ്യാം. സംഭവം പക്ഷെ ഭംഗിയുണ്ട് കേട്ടോ. ഇതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ നല്ല രസമുണ്ട്. ആ ഒരു പാറ്റേണൊക്കെ നല്ല ഭംഗിയുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷേ ഈ പറഞ്ഞ പോലെ നമുക്ക് മേഖല ചദൂർ സാരിയായി മാറിയില്ല. ഇതൊരു നോർമൽ സാരിയായി മാറി, സാധാരണ ഒരു സാരി പോലെയുണ്ട് ഇത്. അപ്പം നമ്മൾ ഇതിനെ മേഖല ചദൂർ സാരിയാക്കി മാറ്റേണ്ടി വരും. അമ്മയുടെ എക്സൈറ്റ്മെന്റ് ഞാൻ പറഞ്ഞു മേടിച്ചതാണ്. അമ്മയുടെ എക്സൈറ്റ്മെന്റ് അല്ല, കുഞ്ഞിന്റെ എക്സൈറ്റ്മെന്റ് ആണിത്. ഇല്ല, ഞാൻ കുറച്ച് സാരികൾ ഇങ്ങനെ നോക്കി വെച്ചു മീഷോന്ന്, ഏതൊക്കെയാ എങ്ങനത്തെയൊക്കെയാ വേണ്ടേ പറഞ്ഞിട്ട്. അപ്പം അങ്ങനെ നോക്കിയിട്ട് ഞാൻ കുഞ്ഞിനോട് ചോദിച്ചു, ഏതമ്മ മേടിക്കണ്ടേ, നിനക്ക് ഇഷ്ടമുള്ളത് അമ്മ മേടിക്കാം എന്ന് പറഞ്ഞു. അപ്പം മീഷോയിലും ആമസോണിലുമാണ് ഞാൻ വെച്ചത്. അപ്പോൾ അവൾ ആമസോണിൽ നോക്കിയിട്ട് ഇത് നോക്കിയിട്ട് പറഞ്ഞു, അമ്മ ഇത് മേടിച്ചാൽ മതി, ഇതാവുമ്പോൾ സൂപ്പറാണ്, ഇത് നല്ല രസമുണ്ട്, നല്ല ബ്ലാക്ക് കളറല്ലേ, അപ്പം നല്ല ഭംഗി ഉണ്ടാവും ഉടുത്താൽ എന്നൊക്കെ പറഞ്ഞ് മേടിച്ചതാ. പക്ഷേ കുഞ്ഞിൻ്റെ പ്രശ്നമൊന്നുമല്ല, ഇത് ആക്ച്വലി അവർ ഒറ്റ പീസായിട്ട് അയച്ചതാണ്. ക്വാളിറ്റി കുറവൊന്നുമില്ല കേട്ടോ, നല്ല ക്വാളിറ്റിയൊക്കെ ഉള്ള സാധനം തന്നെയാണ്. പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്ന മേഘ്ന ചദൂർ സാരി ആയില്ല എന്ന് മാത്രം. ഇത് ഇനിയിപ്പം നമ്മൾ തന്നെ മേഘ്ന ചദൂർ അടിക്കണോ? വേണ്ട, നമുക്ക് വേറെ എവിടെയെങ്കിലും മേടിച്ച് നോക്കാം, മീഷോന്ന് മേടിച്ച് നോക്കാം മേഘ്ന ചദൂർ സാരി. ഗായ്സ്, അതാണ് ഞാൻ മേടിച്ച മേഘ്ന ചദൂർ സാരി. സംഭവം
എനിക്ക് അങ്ങനത്തെ ട്രഡീഷണൽ സാധനങ്ങളൊക്കെ ഒന്ന് കാണണം. അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ എന്തായാലും അസമിലൊന്നും പോകാൻ പറ്റിയിട്ടില്ല. മറ്റ് സംസ്ഥാനങ്ങളിലെ ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളും ട്രഡീഷനും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്കൊരു കൗതുകം ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു കൗതുകത്തിൻ്റെ പുറത്ത് മേടിച്ചതാ. അപ്പം ഞാൻ ഈ അസമീ സാരീസ് ഏകദേശം നമ്മുടെ സെറ്റ് മുണ്ടിൻ്റെ ഒരു കൈൻഡ് ഓഫ് ടൈപ്പ് ആണോ എന്നൊക്കെ എനിക്ക് തോന്നാറുണ്ട്. ഇത് ആക്ച്വലി സ്റ്റിച്ച് ചെയ്ത ഭംഗി ഉണ്ടാവും എന്ന് തോന്നുന്നു. ഇനിയിപ്പോൾ എല്ലാ സാരിയും മേഘ്ന ചടൂർ സാരികളൊക്കെ ഇങ്ങനെയാണോ വരിക എന്ന് എനിക്കറിയാൻ വയ്യ. 2 പീസായിട്ടല്ല വരിക, അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഇപ്പോൾ എനിക്ക് കിട്ടിയ മേഘ്ന ചടൂർ ഇങ്ങനത്തെ ആയിരുന്നു. അപ്പോൾ മീഷോയിൽ കാണുമ്പോഴൊക്കെ 2 പീസായിട്ട് തന്നെയാണ് കാണുന്നത്. അപ്പോൾ ഞാൻ മീഷോയിലും കൂടി ഒന്ന് ജസ്റ്റ് നമുക്ക് മേടിച്ച് നോക്കാം. അപ്പോൾ അതെങ്ങനെ ഉണ്ടെന്ന് അറിയാമല്ലോ. കറക്റ്റ് 2 പീസായി സ്റ്റിച്ചഡ് ആയിട്ടാണോ വരുന്നത്, അതോ ഇതുപോലെ തന്നെ ഒറ്റ പീസായിട്ടാണോ വരുന്നത് നമുക്കറിയാലോ. അപ്പോൾ ആദ്യം തന്നെ എടുത്ത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിട്ടേൺ ചെയ്യാം. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് നമ്മുടെ കയ്യിൽ പെടുന്ന പ്രശ്നമില്ല. എനിക്കതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഇഷ്ടമായി. നല്ല ക്വാളിറ്റിയുള്ള സാരി തന്നെയാണ്. ഒരു 500 റേഞ്ചിൽ വരുന്ന ഒരു നല്ല സാരിയാണ്. ക്വാളിറ്റിക്കൊന്നും പ്രശ്നമൊന്നുമില്ല. പിന്നെ നേടലടിക്കാന്ന് പറഞ്ഞാൽ കുറച്ചൊരു തിൻ മെറ്റീരിയലാണ്. ഭയങ്കര തിന്നല്ല, എന്നാലും ഒരു അത്യാവശ്യം ഒരു ചെറിയ തിൻ മെറ്റീരിയലാണ്. പിന്നെ അതിലത്തെ എംബ്രോയിഡറീസും കാര്യങ്ങളൊക്കെ കാണാൻ നല്ല രസമുണ്ട്. ഇതുകൊണ്ട് നമ്മളത് ഉടുത്ത് കഴിഞ്ഞാൽ എന്തോ ഒരു ലുക്കൊക്കെ വരാൻ സാധ്യതയില്ലേ എന്നുള്ളൊരു സംശയമുണ്ട്. ആക്ച്വലി അത് ഫ്ലോപ്പായി പോയി. അപ്പോൾ അതാണ് എനിക്ക് അസമിൽ നിന്നും വന്ന കൊറിയർ. അപ്പോൾ ഞാനത് തിരിച്ച് അസമിലേക്ക് തന്നെ അയക്കാൻ പോകും. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഗൈസ് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ, ലവ് യു ഓൾ, താങ്ക് യു സോ മച്ച്.